ജില്ലാ സമ്മേളനങ്ങൾ അവസാനിച്ചതോടെ സംസ്ഥാനത്തെ സമ്മേളനത്തിന്റെ തയ്യാറെടുപ്പിലേക്ക് CPM കടക്കുകയാണ്. പ്രാദേശികമായി ചിലയിടത്ത് വിഭാഗീയത പ്രകടമായിരുന്നെങ്കിലും പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയത്. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടരാനാണ് സാധ്യത. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുക. CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് തിരശീല വീണപ്പോൾ 8 ജില്ലകളിൽ നിലവിലുള്ള സെക്രട്ടറിമാർ തുടർന്നു. 6 ജില്ലകളിൽ പുതിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്ു. തൃശൂർ ജില്ലാ സമ്മേളനത്തോടെയാണ് ജില്ലാ സമ്മേളനങ്ങൾ അവസാനിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഗുരുവായൂർ MLAയുമായിരുന്ന KV അബ്ദുൽ ഖാദറിനാണ് പുതിയ ചുമതല. CPMുമായി ഇടഞ്ഞു നിൽക്കുന്ന തൃശൂർ മേയറായ മെരിക്കലും പല ഏരിയ കമ്മിറ്റികളിലെ വിഭാഗീയതയും BJPയുടെ വളർച്ചയും പുതിയ സെക്രട്ടറിക്ക് തലവേദനയാണ്. തിരുവനന്തപുരത്ത് V ജോയിയും, കൊല്ലത്ത് S സുദേവനും, ആലപ്പുഴയിൽ R നാസറും, ഇടുക്കിയിൽ CV വർഗീസും, കോട്ടയത്ത് AV റസലും തുടർന്നു. എറണാകുളത്ത് CN മോഹനും, പാലക്കാട് EN സുരേഷ് ബാബുവും, കണ്ണൂരിൽ MV ജയരാജനും മാറ്റമില്ലാതെ നിന്നു. പത്തനംതിട്ടയിൽ രാജു ഇബ്രാഹിമിന്റെയും തൃശൂരിൽ KV അബ്ദുൽ ഖാദറിന്റെയും വരവ് അപ്രതീക്ഷിതമായി. മലപ്പുറത്ത് VP അനിലിനെ വലിയ എതിർപ്പില്ലാതെ തിരഞ്ഞെടുത്തപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചേരിതിരിവ് കാരണമാണ് സമവായത്തിനായി M രാജഗോപാലിനെ സെക്രട്ടറിയാക്കിയത്. വയനാട്ടിൽ DYFI നേതാവ് K റഫീഖിന്റെ തിരഞ്ഞെടുപ്പും ഒരു തരത്തിൽ അപ്രതീക്ഷിതമായിരുന്നുവെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ M മെഹബൂബിന്റെ കടന്നുവരവ് ജില്ലയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മേൽക്കൈ തെളിയിക്കുന്നതാണ്. സംസ്ഥാന സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി മാതൃകയിൽ 75 വയസ്സെന്ന പ്രായപരിധി മാനദണ്ഡം വരുമോ എന്ന് കാണണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രായപരിധി മാനദണ്ഡത്തിന് കീഴിലാകുമോ അതീതനാകുമോ എന്നതും കൗതുകം. സ്ഥാനാർത്ഥി പട്ടികയിലും സർക്കാരിലും പുതുതലമുറയ്ക്ക് പ്രാധാന്യം നൽകിയ പാർട്ടി നേതൃത്വത്തിലും വലിയ മാറ്റങ്ങൾക്ക് തയ്യാറായാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും യുവ സാന്നിധ്യം വർദ്ധിക്കും. മുതിർന്ന നേതാക്കൾ പലരും പടിയിറങ്ങും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും AK ബാലനും PK ശ്രീമതിയും ആനാവൂർ നാഗപ്പനും ചിലപ്പോൾ EP ജയരാജനും തോമസ് ഐസക്കും പ്രായാധിക്യത്തിൽ പടിയിറങ്ങുമ്പോൾ സെക്രട്ടേറിയറ്റിൽ കയറാൻ നേതാക്കളുടെ നീണ്ട നിരയുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും PV അൻവർ പ്രതിക്കൂട്ടിലാക്കിയ P ശശിയും MV ജയരാജനും കടകംപള്ളി സുരേന്ദ്രനും മന്ത്രി MB രാജേഷും പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും സാധ്യതാ പട്ടികയിലുണ്ട്. പിണറായി വിജയന്റെ ആശീർവാദവുമായി MV ഗോവിന്ദൻ വീണ്ടും സെക്രട്ടറിയാകാനാണ് സാധ്യത. എന്നാൽ കൊല്ലത്തെ സമ്മേളനത്തിന് പിന്നാലെ MV ഗോവിന്ദനെ ഒതുക്കുന്ന തരത്തിലുള്ള സമ്മേളനത്തിലെ പിണറായി വിജയന്റെ സാന്നിധ്യം ചിലപ്പോൾ മറ്റൊരു സൂചനയാകാം. പുതിയൊരു തലമുറ മാറ്റമാകാം. പാർലമെന്ററി വ്യാമോഹവും പാർട്ടി സ്ഥാനങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ടില്ലെന്ന് സമ്മതിക്കുന്ന പാർട്ടി ഈ ദൗർബല്യങ്ങളെ മറികടന്ന് കരുത്തു നേടാനാണ് സമ്മേളനങ്ങളിലൂടെ ശ്രമിക്കുന്നത്. പാർട്ടിയിലും സർക്കാരിലും ശക്തി കേന്ദ്രമായി നിൽക്കുന്ന പിണറായി വിജയനാണ് CPMന്റെ ഇപ്പോഴത്തെയും അവസാന വാക്ക്. ആ വാക്ക് ആരെയൊക്കെ തളർത്തും, ആരെയൊക്കെ വളർത്തും എന്നതിനും ഉത്തരമുണ്ട് ഈ സമ്മേളനത്തിൽ. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.